എനിക്ക് വിഷമമുണ്ട്. എന്റെ ഉമ്മയിപ്പാണ് ഇത്രയും ദൂരം അവര് വന്ന് ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നത്. നിന്റെ ഉമ്മയിപ്പാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ പെരുമാറുവോ? പറയ്. ഞാനും ഒരു ദിവസം ലീവ് എടുത്ത് ഇരിക്കുകയല്ലേ. ഇതിലിപ്പോ നിങ്ങളുടെ ഉമ്മാനും ഉപ്പാനെയൊക്കെ ഞാൻ തന്നെ എത്ര വട്ടം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആയിക്കോട്ടെ, ലീവ് എടുത്തതൊക്കെ ശരി, മനസ്സിലാവുന്നുണ്ട്. ഒന്ന് അവര് വന്ന് എന്തൊക്കെയുണ്ട് ഉമ്മ വിശേഷം, എന്തൊക്കെയുണ്ട് ഉപ്പ വിശേഷം എന്ന് ചോദിക്കണേല് വലിയ സംഭവം ഒന്നും ആയി പോവില്ല. അതെ, കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക, കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കേ. മനസ്സിലാക്കാണ്ട് ചിന്തിക്കാണ്ടൊന്നും ഇല്ലല്ലോ. എന്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിലിപ്പോ എന്താ വലിയ പ്രശ്നമായിട്ടുള്ളത്? ഷെബിക്കാക്ക് അതിൽ തല പോണ കാര്യങ്ങളുണ്ടെങ്കിൽ ആയിക്കോട്ടെ, എനിക്കതൊന്നും വലിയ വിഷയമല്ല. അതെ, ഇവിടെ ഞാൻ സമ്പാദിക്കുന്നില്ലല്ലോ, എനിക്ക് പണിയില്ല തൊരവില്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ നാളെ തന്നെ ഒരു പണി നോക്കിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ നോക്കുക. ഒരു പണിക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. മനുഷ്യനുള്ള പടാപ്പാടൊക്കെ പെട്ടിട്ട് കൊണ്ടുവന്ന് തരുമ്പോഴല്ലേ. അതെ, ഇത് പറയണോ? ഇത് ഞാൻ ഇത് കേക്കണം. പണിയെ തപ്പിയിട്ട് കിട്ടാഞ്ഞിട്ടല്ലേ ഞാൻ ഈ കിടന്ന് ഇത്രയും വിഷമിക്കുന്നത്. എവിടെയൊക്കെ ഞാൻ നല്ലപോലെ ജോലി എടുത്തു തന്നെയല്ലേ ബാങ്കില്. ഇപ്പൊ എന്തോ 1-2 വർഷമായിട്ട് എനിക്ക് പണി കിട്ടുന്നില്ല. ഞാൻ പഠിച്ച ജോലിക്ക് എനിക്ക് പണി കിട്ടുന്നില്ല. അതെന്റെ തെറ്റല്ല. ഇൻഷാ അല്ലാഹ് എനിക്ക് നാളെ നല്ലൊരു ജോലി കിട്ടും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാലും ഞാൻ ഈ കുടുംബത്തെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് തന്നെയല്ലേ പോണത്. നിന്നെ ഇതുവരെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ചീത്തവാക്ക എന്തേലും ഞാൻ പറഞ്ഞിട്ടുണ്ടാ? എന്റെ ഉമ്മ ഇപ്പൊ ഒന്നൊന്ന് കാണാൻ വന്നപ്പോ നിനക്കൊന്നും അവരൊന്ന് കാണാനൊരു സമയമില്ല അല്ലെ? ഇതൊക്കെ വല്ലാത്ത കുറച്ച് കൂടുതലാണ് കേട്ടാ. മനുഷ്യന് സഹിക്കണതിലൊക്കെ ഒരു പരിധിയുണ്ട്. വേണ്ടാന്ന് വെക്കുമ്പോ തലേന്റെ മേലെ വന്ന് കയറി ഇരിക്കരുത്. നിന്റെ ഉമ്മ ഉപ്പയാന്നുണ്ടെങ്കിൽ ഇതേപോലെ കാണിക്കോ? ഇല്ലല്ലോ. അയ്യോ ഉമ്മ, അയ്യോ ഉപ്പ, വായോ നിക്ക് 2 ദിവസം ഇരുന്നിട്ട് പോന്നൊക്കെ വലിയ വീരവാദമൊക്കെ ഇറക്കില്ലേ? കുറച്ചൊക്കെ ഒന്ന് അഹങ്കാരം കുറയ്ക്കുക. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ജോലി ചിലപ്പോ നല്ല ശമ്പളം ഉണ്ടാവായിരിക്കാം, അത് പറഞ്ഞിട്ടേ അഹങ്കരിക്കരുത്. മനസ്സിലായില്ലേ? നല്ലതല്ല ജോലി. പോവാനും വേറെ സമയമൊന്നും വേണ്ട, മനസ്സിലാക്കിയാ നല്ലത്. എന്തൊരു കഷ്ടാണ്.